കാരക്കയുടെ കുരു വലിച്ചെറിയാൻ പാടില്ല. ഒരു 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാൻ കാരക്ക കുരു എറിഞ്ഞിട്ടില്ല. ഞാനും അറ്റിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഈത്തപ്പഴം കഴിച്ചു. അതിനിടയിൽ ഒരാളാണ് ഇട്ടു. അപ്പോൾ പറഞ്ഞു ഇടരുത്, അത് ഹബീബായ നബി തിന്ന സാധനാണ്, നമ്മൾ അത് എറിയാൻ പാടില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഈത്തപ്പഴത്തിന്റെ കുരു എറിഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ. കാരണം അത് മുസ്തഫ നബി തിന്നതാണ്. ഒന്ന്, ഇന്ന് ആധുനിക മെഡിസിൻ കണ്ടുപിടിച്ചു ക്യാൻസറിന്റെ ഏറ്റവും വലിയ മരുന്നാണ് എന്ത്? ഈത്തപ്പനക്കുരു പൗഡറാക്കി തിളപ്പിച്ചു കുടിക്കുക. ഷുഗർ, കൊളസ്ട്രോള്, എന്തിന് ക്യാൻസറിന് പോലും പരിഹാരമാണ് എന്ത്? ഈത്തപ്പനക്കുരു. ഭയങ്കര പരിഹാരമാണ്, ഒഴിവാക്കരുത്. പൊടിച്ചിട്ട് തിളപ്പിക്കുക, ചായക്ക് പകരം ഉപയോഗിക്കുക. അത് പൊടിക്കണം, മില്ലുണ്ട് മലപ്പുറത്ത്, അതിനായിട്ട് മില്ലുണ്ട്. അത് വലിയ ഫലം ഉണ്ടായിന്, ക്യാൻസറിന് പരിഹാരമാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അതിനി അടുത്ത് മാർക്കറ്റിൽ വരും. എന്തിന്? ക്യാൻസറിന്റെ മരുന്നായി ഈ സാധനം ഇപ്പം മാർക്കറ്റിൽ വരും.